കാരണം ഒരു പക്ഷേ 2000 വർഷങ്ങൾക്കപ്പുറം 2000 വർഷങ്ങൾക്കപ്പുറം യേശു പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഈ സുവിശേഷം അറിയിക്കുന്നത്. സുവിശേഷം എന്താണെന്ന് ടീച്ചറിന് അറിയാമോ? സുവിശേഷം എല്ലാ മനുഷ്യർക്കുമുള്ള സന്ദേശമാണ്. യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ തന്നെ പറയുന്നത് എല്ലാവർക്കുമുള്ള രക്ഷാ സന്ദേശം എന്നതാണ്. ലോകത്തിന്റെ രക്ഷകൻ എന്നാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. ആ സുവിശേഷമാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്നാണ് ബൈബിൾ പറയുന്നത്. മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്നുള്ളതാണ് ബൈബിൾ പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ ക്രൂശ് മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ശേഷം അവനെ ക്രൂശിൽ തറച്ച, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യെരുശലേമിൽ പ്രസംഗിച്ചു തുടങ്ങിയത് അവൻ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റുവെന്നും അവൻ അങ്ങനെ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റത് മുഖാന്തരം എല്ലാ മനുഷ്യർക്കും ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും രക്ഷയുണ്ട്, അവൻ എല്ലാവരുടെയും രക്ഷകനാണ് എന്നുള്ളതാണ്. ആ സന്ദേശം തന്നെയാണ് ഞങ്ങൾ ഇന്നും അറിയിച്ചു കൊണ്ടിരിക്കുന്നത്.